ശബരിമല സ്വർണ്ണക്കടത്തിൽ തന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല ഒരു പുതിയ കഥയുമായി രംഗപ്രവേശനം നടത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണം. ഒരു അജ്ഞാത വ്യവസായി തന്നോട് ഒരു വെളിപ്പെടുത്തൽ നടത്തി. ആളുടെ പേര് ഊരൊന്നും പുറത്തു പറയില്ല, അയാളുടെ സുരക്ഷിതത്വത്തെ മാനിച്ചുകൊണ്ട്. പക്ഷേ അയാൾ വെളിപ്പെടുത്തിയ ഒരു വലിയ പേരുണ്ട്, ഡി മണി അഥവാ ദാവൂദ് മണി. ആ ഒരു പേര് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നിയോ? തോന്നിക്കാണത്തില്ലെന്നേ. അവിടെയാണ് സംഘപരിവാറിന്റെ വിദഗ്ധ ബുദ്ധി. തന്ത്രിയിലേക്ക് ചർച്ച കേന്ദ്രീകരിക്കുന്ന സന്ദർഭത്തിൽ സ്വർണം കട്ടത് തന്ത്രി ഉൾപ്പെടെയുള്ള ഗൂഢസംഘമാണെന്ന് ഏകദേശം വ്യക്തമായ സന്ദർഭത്തിൽ അതിലേക്ക് പയ്യെ മതം തിരികെ കയറ്റുകയാണ്. ഹിന്ദു സവർണ വിഭാഗത്തിലുള്ള കള്ളന്മാരെ കുറിച്ചുള്ള ചർച്ചകൾ കൊഴുത്തു വരുമ്പോൾ സംഘപരിവാറിന്റെ വേണ്ടപ്പെട്ട ചെന്നിത്തല നായർ അദ്ദേഹത്തെ കൊണ്ട് ഇപ്പോ ഈ ചർച്ച വഴിതിരിക്കാൻ വേണ്ടി അടുപ്പിച്ച ഡയലോഗ് എന്താണെന്ന് നിങ്ങൾ കേൾക്കണം. ഡി മണി ആരാണ് എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കണം. ദാവൂദ് മണിയെ പറ്റിയുള്ള കാര്യങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ വിവരങ്ങൾ എന്നോട് പറഞ്ഞ ആൾ എന്നോട് സൂചിപ്പിച്ചെന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞത് അന്വേഷണത്തിൽ വരുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പറയാത്തതിൻ്റെ കാരണം, ഒന്നാം വ്യവസായിയുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത്, രണ്ട്, അത് SITയോട് പറഞ്ഞ കാര്യം പൊതുവെ പറഞ്ഞ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തേണ്ട എന്നുള്ള ഉത്തരവാദിത്വ ബോധം കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. ഡി മണി ആരാണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക. അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഡി മണി പുതിയൊരു കഥാപാത്രമാണ്. ആ കഥാപാത്രം ചെറിയ കഥാപാത്രമല്ല എന്നാണ് ഊഹാപോഹങ്ങളായി ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പല വാർത്തകൾ. അപ്പോൾ ഈ ആരാണ് ഡി മണി? ഈ അന്വേഷണ സംഘത്തിന് ഈ ഡി മണിയെ ട്രാക്ക് ചെയ്യാൻ, ഡി മണി എന്ന പേര് ഒരാളുണ്ടോ, അയാളുടെ പേര് ഡി മണി തന്നെയാണോ, അദ്ദേഹത്തിന്റെ പഴയകാല ചരിത്രം, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ്? ഒരു വെറും കൈയോട് ഒരു ബ്ലാങ്ക് പേപ്പറുമായി എന്തായാലും ചെന്നൈയിലേക്ക് പോകുമോ ഈ അന്വേഷണ സംഘം? രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ ഈ വിദേശ വ്യവസായിയും അവർ നൽകിയ മൊഴിയിലാണ് ഈ ഡി മണി അല്ലെങ്കിൽ അഥവാ ദാവൂദ് മണി എന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത്, അങ്ങനെ ഒരു പേര് പുറത്തു വരുന്നത്. അതെ, ഡി മണി അഥവാ ദാവൂദ് മണി ആരെന്ന് നിങ്ങൾ അന്വേഷിക്കുക. നിഷ്കളങ്കമായി പറയുകയാണ്. ആ നിഷ്കളങ്കതയ്ക്കുള്ളിലാണ് കേരളത്തിന്റെ സംഘപരിവാറുകാരുടെ കുശാഗ്ര ബുദ്ധിയുള്ളത്. അതായത് അന്വേഷണത്തിന്റെ ചർച്ചകളെല്ലാം ഇനി നേരെ ദാവൂദിലേക്ക് തിരിയട്ടെ, മതത്തിലേക്ക് പോകട്ടെ, വർഗീയതയിലേക്ക് പോകട്ടെ. ഇങ്ങനെ ഒരു പേര് പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പോൾ ഗോവർദ്ധന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും തന്ത്രിയുടെയൊക്കെ പേരുകൾ അപ്രസക്തമായതിനു ശേഷം ഇനി ചർച്ച ദാവൂദിലേക്ക് പോട്ടെ. നേരത്തെ സംഘപരിവാറുകാർ ഈ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന സ്ഥിരം നമ്പർ തന്നെയാണ് ഇതിലും പ്രയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നേരത്തെ നടന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് എന്ന ഹിന്ദു നായർ യുവതി ചെയ്ത സ്വർണ്ണക്കടത്തിന്റെ ചർച്ച വഴിതിരിക്കാൻ വേണ്ടി അതിലേക്ക് KT ജലീലിന്റെ പേര് വലിച്ചിഴയ്ക്കുന്നു, അതിലേക്ക് ഖുറാനെ വലിച്ചിഴയ്ക്കുന്നു, അതിലേക്ക് ഈന്തപ്പഴത്തിന്റെ പേര് കൊണ്ടുവരുന്നു, അതിലേക്ക് ബിരിയാണി ചെമ്പ് കൊണ്ടുവരുന്നു. എല്ലാം ചർച്ചകളും മുസ്ലിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസ എലമെന്റ്സോ വ്യക്തികളിലേക്കോ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചകൾ. അത് അവിടെയും അവസാനിച്ചിട്ടില്ല. ഷാർജ ഭരണാധികാരിയെ കൊണ്ടുവന്നു, യാതൊരു ബന്ധവുമില്ലാത്തൊരു വ്യക്തി. അദ്ദേഹത്തിന്റെ കാറിലാണ് ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുപോയത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഇവർ ചെയ്തിരിക്കുന്ന കള്ളങ്ങളെ മറയ്ക്കാൻ, ഇവർ ചെയ്തിരിക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളെ മറയ്ക്കാൻ ഉടനടി ചർച്ചകൾ മാധ്യമങ്ങളിലൂടെ വഴിതിരിക്കാൻ ഇവർ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. അജ്ഞാതനായ വ്യവസായി അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്താൻ മുട്ടി നിൽക്കുകയായിരുന്നു. പേരൊന്നും പുറത്തു പറയാൻ പറ്റില്ല, രഹസ്യമാക്കണം, സുരക്ഷ വേണ്ടേ. കാര്യം അങ്ങനെ ഒരു വ്യവസായി ഉണ്ടെങ്കിൽ ഇവർ ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുവന്ന വ്യവസായിയാണ്. അതിനുശേഷം ഇവർ മറ്റാരെയോ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്നൊരാളുണ്ട് എന്ന് മൊഴി കൊടുപ്പിക്കുകയാണ്. അല്ലാതെ വളരെ കൃത്യമായി ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ചെന്നിത്തല ഉൾപ്പെടുന്ന രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെയുള്ള വ്യവസായികളും കച്ചവടക്കാരുമായിട്ടുള്ള ബന്ധമെന്ന് നമ്മൾ അന്വേഷിക്കണ്ടേ? ഒരു രാഷ്ട്രീയ നേതാവാകുമ്പോൾ അസാൻമാർഗ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിയമവിരുദ്ധ കച്ചവടങ്ങൾ നടത്തുന്നവരുമായിട്ട് എങ്ങനെ ബന്ധം സ്ഥാപിച്ചു എന്നതിനെ സംബന്ധിച്ച് ഈ നാട് ചർച്ച ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് ഇതിനെ സംബന്ധിച്ച് ചെന്നിത്തലയുടെ സുഹൃത്തായിട്ടുള്ള വ്യവസായി കാര്യങ്ങൾ അറിഞ്ഞത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അന്വേഷണം കൃത്യം പോയിന്റിലേക്ക് എത്തുമ്പോൾ അതിൽ സംഘപരിവാറുകാർക്ക് തന്ത്രി കുടുങ്ങുമെന്നായപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഒപ്പം തന്നെ തന്ത്രി കുടുംബത്തിലുള്ളവരുടെയും തല ഉരുളുമെന്നായപ്പോൾ അതിനെ കൃത്യമായി വഴിതിരിക്കാൻ വേണ്ടി SITയുടെ മുന്നിലേക്ക്
ഒരു പുതിയ വെളിപ്പെടുത്തൽ, പുതിയ മൊഴി എന്നുള്ള നിലയ്ക്ക് ദാവൂദ് മണി എന്നൊരു പേരെടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അന്വേഷണം തിരിച്ചുകൊണ്ട് നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വർണം ആര് കൊണ്ടുപോയി, എവിടെ കൊണ്ടുപോയി എന്ന് ഇന്നും അറിയാത്തതുപോലെ തന്നെ ഈ സ്വർണം കട്ട തന്ത്രി ഉൾപ്പെടെയുള്ളവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പുറത്തു വരാതിരിക്കാൻ ചർച്ചകളും കേന്ദ്ര അന്വേഷണ ഏജൻസിയും ദാവൂദ് മണിയുടെ പുറകെ പോകുമ്പോൾ യഥാർത്ഥ കള്ളന്മാരെ അതിന്റെ പിന്നിലൂടെ രക്ഷിക്കാനുള്ള വിദഗ്ധ തന്ത്രമാണ് ചെന്നിത്തല പയറ്റിയിരിക്കുന്നതെന്നും അതിന്റെ പിന്നിൽ സംഘപരിവാർ ബുദ്ധിയാണെന്നുള്ള കാര്യത്തിൽ അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ്.